നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ശരീരത്ത് തൊടുമ്പോൾ ഒരു സ്ത്രീയുടെ ഫേസിന്റെ എക്സ്പ്രഷൻ പോവും. അത് ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ പോകുന്നത്, നമ്മുടെ അനുവാദമില്ലാതെ ശരീരത്ത് തൊട്ടാൽ. ഇത് ഒന്ന് നിന്ന് കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഫേസ് എക്സ്പ്രഷൻ എല്ലാവരും ശ്രദ്ധിച്ചോ. സ്വാഭാവികമായിട്ടും ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ടതായിരിക്കും. രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് നോക്കുമ്പോൾ ഫേസ് ടു ഫേസ്, ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്. ഈ വണ്ടിക്കകത്ത് യാതൊരു തിരക്കും ഇല്ല, വലിയ തിരക്കില്ല. ഒന്ന് നമുക്ക് മാറി നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ അസ്വാഭാവികമായിട്ട് ആരെങ്കിലും ടച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇച്ചിരി ഒന്ന് മാറി നിൽക്കണേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അഥവാ കോഴിയാണെങ്കിൽ പോലും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കും. ഇത് നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ശരീരത്ത് തൊടുമ്പോൾ ഒരു സ്ത്രീയുടെ ഫേസിന്റെ എക്സ്പ്രഷൻ പോവും. അത് ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ പോകുന്നത്, നമ്മുടെ അനുവാദമില്ലാതെ ശരീരത്ത് തൊട്ടാൽ. ഇത് ഒന്ന് നിന്ന് കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഫേസ് എക്സ്പ്രഷൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണോ ഒരു പുരുഷൻ തട്ടുമ്പോൾ ഒരു സ്ത്രീയുടെ ഫേസിന്റെ എക്സ്പ്രഷൻ? ഇത് മനഃപൂർവ്വം നിന്ന് കൊടുത്ത് എന്നെ ഒന്ന് തട്ടിക്കോ എന്നും പറഞ്ഞ വീഡിയോ കൊടുത്ത് ചിരിച്ച് ആസ്വദിച്ചിട്ട് ഒരു ചെറുക്കനെ കൊലയ്ക്ക് കൊടുത്തു. ഇനിയും ലൈക്കിനും വ്യൂസിനും വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ ആ ചെറുക്കന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കേസ് കൊടുത്ത് മുമ്പോട്ട് പോയിട്ട് നല്ല രീതിയിലുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. ആ പയ്യൻ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഇതൊന്ന് തുറന്നു പറയാനോ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ജീവൻ നഷ്ടപ്പെടുത്തത്തില്ലായിരുന്നു. എന്തായാലും ശരി തന്നെ, ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇത് കേസ് കൊടുത്ത് ഇനിയും ഇതേപോലെ സ്ത്രീജനങ്ങൾ മറ്റുള്ളവരുടെ ജീവനെ ബലി കൊടുക്കാതിരിക്കാൻ, ജീവനെ നശിപ്പിക്കാതിരിക്കാൻ ആരെങ്കിലും മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.